10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ വെളിപ്പെടുത്തലാണ്. ഇതാദ്യം ആ കുട്ടി ഉപയോഗിക്കുന്നു, പിന്നീട് കാരിയറായി മാറുന്നു, കൂട്ടുകാരെ കണക്ട് ചെയ്യുന്നു. 10ാം ക്ലാസ് +2 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇതിൻ്റെ ഇരകളായി മാറുന്നത്. 500 രൂപ ഒരു പാക്കറ്റിന്. ആലപ്പുഴയിലുള്ള ഒന്നിലധികം സ്കൂളുകളിലെ കുട്ടികൾ ശനിയാഴ്ചകളിൽ കോൺടാക്ട് ചെയ്ത് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള വിവരങ്ങൾ. ശരണ്യയിലേക്ക്. ശരണ്യ, അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടിയുണ്ട്. ഈ മകനെ ഏജന്റായി ഉപയോഗിക്കുന്നു എന്ന് ഈ കുട്ടിയുടെ അമ്മ സ്ഥിരീകരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥിയുടെ ലഹരി വിൽപ്പന ഉപയോഗത്തെക്കുറിച്ച് പരാതി നൽകിയതും അമ്മ തന്നെയാണ്. കുട്ടിയെ സൗഹൃദം നടിച്ച് ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച അയൽവാസിയെക്കുറിച്ചുള്ള വിവരം ഇവർ പോലീസിന് കൈമാറി. അമ്മയുടെ പ്രതികരണം കേട്ടു. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പോലീസിനടക്കം വിവരം നൽകിയ ഒരു രക്ഷകർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്. വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി തുടങ്ങിയതോടുകൂടിയാണ് മക്കളെ അടക്കം കുട്ടിയെ രക്ഷിക്കാൻ ഈ അമ്മ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. എന്തായാലും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ആ അമ്മ നമ്മളോട് തുറന്നു പറയാനായി തയ്യാറായിരിക്കുകയാണ്. വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് അല്ലേ? എന്തായിരുന്നു വീടിന്റെ ഒരു അവസ്ഥ? ഇതിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിലെ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തന്നെ കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു സ്വഭാവം അല്ലായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ കുട്ടികൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ആ ഒരു മോഡലിലുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പോലീസിനെ വിവരം അറിയിച്ച് അവർ വന്ന് ധാരാളം കൊടുക്കുന്നത് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒത്തിരി പിള്ളേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എല്ലാവരെയും നേർവഴിക്ക് കൊണ്ടുവരണം. വിദ്യാർത്ഥികളാണ് കൂടുതലും വരുന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് വരുന്നത്. വിദ്യാർത്ഥികളെയാണ് ഇവർ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അവരാണ് ഇവിടെ ഈ വീട്ടിൽ തന്നെ ഒരുപാട് പേര് വന്ന് റോട്ടിൽ നിന്ന് ഇവരെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു. രാത്രി ആ സ്കൂളിലൂടെ രാത്രി താമസിച്ചാണ് വീട്ടിൽ വന്നത്. ചോദിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവിടെ ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇങ്ങനെ ഈ പരിസരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. ഇവിടെ കൂടുതലും പേർക്ക് ഉണ്ട്. അവര് ഏത് വിധേനയാണെങ്കിലും അവരത് എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അങ്ങനെ മകനെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് ഒരു സാഹചര്യത്തിലേക്ക് ആണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയത്. ഒരു ദിവസം അവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്ന്. അപ്പൊ ഞാൻ എടുത്തപ്പോ ഈ പറഞ്ഞ ഈ അറസ്റ്റ് ചെയ്തത് ആയിരുന്നു. ഞാൻ ചോദിച്ചു ഇവരോടും ഒത്തിരി പ്രായമുള്ള ചെറുക്കനെ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഞാൻ ആ ഫോണിലെ റെക്കോർഡ് കേട്ടപ്പോ എനിക്കത് മനസ്സിലായി. ഈ ചെറുക്കനാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കണേന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ദിവസം പുറത്ത് വെച്ച് ഈ ചെറുക്കനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ഒരു ദിവസം അവന്റെ കൂടെ ഇവൻ ബൈക്കിന് പോകുന്നത് ഞാൻ കണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവൻ തന്നെയാണത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളോടൊപ്പം തന്നെ ഒരുപാട് രക്ഷകർത്താക്കളും ഇപ്പൊ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ചെന്നിട്ടുണ്ട്. എന്നൊരു മീറ്റിംഗ് പോലെ നടത്തിയെന്നാ പറഞ്ഞത്. അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഭീഷണിയായി മാറുന്നുണ്ടല്ലേ? ഇപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഇവനും ഭീഷണി വരുന്നുണ്ട്. ഇവനെ ആക്രമിക്കുമെന്നും കുത്തുമെന്നും പേര് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരും ഭീഷണിയുണ്ട്. അച്ഛനില്ലാതെ 2 കുട്ടികളെ വളർത്തിയ അമ്മയാണല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു വീടിന്റെ സാഹചര്യങ്ങളൊക്കെ ഇവര് നിരീക്ഷിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അത് തന്നെ ഇവര് ചൂഷണം ചെയ്യാറ്. ആരും ഇല്ലല്ല ചോദിക്കാനും പറയാനും. ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 10 വർഷമാണ് മരിച്ചിട്ട്. ശരിക്കും വീടിന്റെ ഒരു സമാധാന അന്തരീക്ഷം തകർത്തു. ശരിക്കും തകർന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ഏകദേശം ഒരു ഇച്ചിരി ഇതായിട്ട് വരുന്നത്. കൂട്ടുകെട്ട് ഒക്കെ മോശമായിരുന്നു. അപ്പൊ ഏകദേശം അവനത് മനസ്സിലായി. പഠിച്ചു തുടങ്ങി. കുഴപ്പമില്ല. ഇപ്പൊ ശാന്തമായിട്ട് തന്നെയാണ് പോണത്. വീട്ടിലുണ്ടാവും, പുറത്തേക്കൊന്നും പോകാറില്ല. ആ രീതിക്കാണ് പോണത്. ആ ഉപയോഗം നിർത്തിയപ്പോ അവൻ അത് ശാന്തമായിട്ട് തന്നെ പോകണം. ഈ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയല്ല, ഞാനൊരു എൻ്റെ അനിയനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അല്ല, അവന്റെ ഫോൺ സംസാരം റെക്കോർഡിങ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വ്യാപകമായ റെയ്ഡാണ് നടത്തിയിട്ടുള്ളത്.
ധാരാളം വിദ്യാർത്ഥികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് തോന്നിയൊരു കുടുംബമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അവരെ ഇതുപോലെ മകനെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആ കുട്ടി ഉൾപ്പെടെ നമ്മളോട് പറയുന്ന. സൗഹൃദം നടിക്കുന്നു, പിന്നീട് ഇത് വെറുതെ നൽകുന്നു, വെറുതെ നൽകി അഡിക്റ്റ് ആക്കിയതിനു ശേഷമാണ് ഇവരെ കൊണ്ട് വിൽപ്പന നടക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ വിദ്യാർത്ഥി നമ്മളോട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ലഹരി വലയിലാക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളെ ഘട്ടം ഘട്ടമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചിരിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേർന്നു. ശരണ്യ, 1-2 സ്കൂളുകളിലല്ല ഞെട്ടിക്കുന്ന രീതിയിലാണ് കേൾക്കുന്നത്. പക്ഷേ ഇത് പുതിയ കാര്യമല്ല. സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഡ്രഗ്സ് റാക്കറ്റുകൾ പ്രവർത്തിക്കുകയാണ് എന്നുള്ള കാര്യം ഇത് അതിശയോക്തിയുള്ള കാര്യമൊന്നുമില്ല. ഇത് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ നടപടി ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഏതൊക്കെ സ്കൂളുകളാണ്? ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട സ്കൂളുകൾക്ക് ഈ വലയ്ക്കകത്താണോ? സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഒക്കെ ഈ വലയ്ക്കകത്താണോ? ഇത് എത്ര കാലമായി? ഈ കുട്ടി പറയുന്നത് എത്ര കാലമായിട്ടുണ്ട്? ഈ ഒരു കുട്ടി മാത്രമായിക്കില്ലല്ലോ ഈ കാര്യം. തുറന്നു പറഞ്ഞത് ഈ കുട്ടിയാണ്. അപ്പോൾ ഇതിന്റെ എത്രയോ ഇരട്ടി ഉണ്ടാകും. ആ തരത്തിൽ ഒരു മയക്കുമരുന്ന് മാഫിയകളുടെ വലയിലാണ് ആ സ്കൂളുകളൊക്കെ. അതെത്ര കാലമായിട്ടായിരിക്കും? എന്ത് നടപടിയിലേക്ക് കടക്കുന്നു? അപർണ, ഇപ്പോൾ ഏറ്റവും നമ്മളിപ്പോൾ സംസാരിച്ചത് ആലപ്പുഴ ജില്ലയിലെ വടക്കൻ മേഖലയിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് വിൽപ്പന നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ കുട്ടികളുടെ ഒരു സ്പെസിഫൈ ചെയ്ത സ്ഥലത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു ഐഡന്റിറ്റി പുറത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ആലപ്പുഴ ജില്ലയിലെ വടക്കൻ മേഖലകളിൽ നടത്തിയ വ്യാപകമായ പരിശോധനയുടെ ഭാഗമായാണ് ഡാൻസ് എഫ് ടീമിനും ഒപ്പം തന്നെ ആന്റി നർക്കോട്ടിക്സ് ടീമിനും ഇത്തരത്തിൽ വ്യാപകമായി കുട്ടികളിൽ ലഹരി ഉപയോഗം അത് കാരിയേഴ്സായി കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം ലഭ്യമായത്. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വടക്കൻ മേഖലയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ രക്ഷകർത്താക്കളെയും കുട്ടികളെയും കൂടി ഒരുമിച്ച് കൂട്ടത്തോടെ വിളിപ്പിക്കുന്നു, ഘട്ടം ഘട്ടമായി വിളിപ്പിക്കുന്നു, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു എന്നുള്ള വിവരം ലഭ്യമായി. അതായത് നമ്മളുടെ ഇടയിലൊക്കെ ഈ ലഹരി ഉപയോഗം ഉണ്ട് എന്നുള്ള വിവരമൊക്കെ നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് പേരൻസിനെ വിളിച്ചുകൂട്ടി അവരോട് ഈ മക്കളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നു. അവർ ഉപയോഗിക്കുന്നുണ്ട്. പല പേരൻസും ഞെട്ടലോടെയാണ് കേട്ടതെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഈ കൂട്ടത്തോടെ രക്ഷകർത്താക്കളെ വിളിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. തുടർന്ന് നമ്മൾ പോലീസിനോട് ഇതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയപ്പോൾ അവര് നമ്മളോട് ഈ കാര്യം സ്ഥിരീകരിച്ചു. അതായത് ഈ വടക്കൻ മേഖലയിൽ അറിയില്ല കേട്ടോ, തെക്കൻ മേഖലയിലോട്ട് ഒക്കെ ഒരു പക്ഷേ ഇത് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഈ വടക്കൻ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ ഈ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുള്ളത്. അത് ആ ചേർത്തലയും പട്ടണക്കാടും അരൂറും അടക്കമുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്കൂളുകളിലെ +2 വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചാണ് നമ്മളോട് ഇപ്പോൾ ഈ 17-കാരൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ട്രാപ്പ് ചെയ്യുന്നതിന് കൃത്യമായ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ട കുട്ടിക്ക് അച്ഛൻ ഇല്ലാത്തൊരു കുട്ടിയാണ്, അച്ഛൻ മരണപ്പെട്ടതാണ്. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്ത് വളർത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ കുടുംബ പശ്ചാത്തലം കൂടി നോക്കിയിട്ടാണ് ഈ കുട്ടികളെ ട്രാപ്പിലേക്ക് ആദ്യം സൗഹൃദം മുതിർന്നവരായി എത്തി സൗഹൃദം നടിക്കുന്നു. സൗഹൃദം നടിച്ച ശേഷം അവരെ വലയിലേക്ക് കൊണ്ടുപോയി ആദ്യം ലഹരി ഉപയോഗിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് അവൻ നമ്മളോട് വ്യക്തമാക്കിയത്. അങ്ങനെ പരിശീലിപ്പിച്ചതിന് ശേഷം പിന്നീട് അത് ഒരു അടിമത്തത്തിലേക്ക് എത്തിക്കുന്നു. ലഹരി ഉപയോഗത്തിൽ അടിമത്തത്തിലേക്ക് എത്തിച്ചിട്ട് വളരെ ചുളു വിലയ്ക്ക്, അതായത് ഒരു പാക്കറ്റ് കഞ്ചാവ് കൊണ്ട് അവർക്ക് ഒരുപാട് പേരിലേക്ക് കച്ചവടം നടത്താൻ ഈ കുട്ടികളെ ഉപയോഗിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാം, സമൂഹത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ലഹരി ഉപയോഗം കൊണ്ട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ അടക്കം ശ്രദ്ധയിൽ വരികയും ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള രീതിയിൽ വ്യാപകമായ ഒരു ലഹരി പരിശോധന, ലഹരി മേഖലകളിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടുള്ള വ്യാപക പരിശോധന നടക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് കുറച്ചുകൂടി സേഫ് ഗെയിമിലേക്ക് ഇവർ മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ നിയമപരമായി പിടിച്ച് അകത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊരു മൂവ്മെന്റ് തന്നെയാണ് ലഹരി മാഫിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് ഒരു ടൈം ബാൻഡ് ബ്രേക്ക്. വളരെ പെട്ടെന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഇത് ഏത് തരത്തിലാണ്, ഇത് എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് ഈ കാരിയർ ആകാനുള്ളവർക്ക് ഇത് ഡ്രഗ്സ് കിട്ടുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ്. പെട്ടെന്ന് എത്തിയേക്കാം.